ഈ സംരംഭത്തിൻ്റെ PSCയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യമായി നേരുന്നു. നമുക്കറിയാം, ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ജീവിതം പുലർത്തുന്നത് അഥവാ ജീവിത വിജയം കൈവരിക്കുന്നതിനെ നിർണ്ണയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അയാളുടെ സ്വഭാവം, സംസ്കാരം, സമൂഹവുമായി ഇടപെടുന്ന രീതി തുടങ്ങിയ പലവിധ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തിക അച്ചടക്കം അഥവാ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നത്. ഓരോരുത്തരും അവർക്കറിയുന്ന തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുകയും അതിലൂടെ കിട്ടുന്ന ധനം സമ്പാദിച്ചുകൊണ്ട് ജീവിത ചെലവുകൾ രൂപീകരിക്കുകയും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരളവ് പണം ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുകയും അതിലൂടെ കുടുംബത്തെ, കുട്ടികളെ, അടുത്ത തലമുറയെ വരെ എങ്ങനെ ഒരു കുടുംബജീവിതത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്താം എന്ന വിധത്തിൽ ചിന്തിക്കുന്നതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നത്. അവിടെ അവരുടെ പ്രതീക്ഷകളെ, അവരുടെ പ്രയത്നത്തെ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ സമ്പാദ്യമായിട്ട് സൂക്ഷിക്കുന്നതിൽ വിശ്വസനീയമായിട്ടുള്ള ഒരു സമീപനവും അത്തരത്തിലുള്ള ഒരു ഉറപ്പും നൽകുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക്, ബാങ്കുകൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇതൊരു ഗ്രാമപ്രദേശമാണ്. ലക്ഷക്കണക്കിന് രൂപ മാസ ശമ്പളം വാങ്ങിക്കുന്നവരല്ല ഇവിടെയുള്ളവരിൽ കൂടുതലും. അന്നന്നത്തെ തൊഴിൽ ചെയ്തുകൊണ്ട് ഒരു 1000 രൂപയുടെ താഴെയോ മുകളിലോ ഉള്ള ഒരു ആവറേജ് ഡെയിലി ഇൻകം വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഒരു മാസത്തെ കുടുംബജീവിതത്തിൻ്റെ ഒരു ബഡ്ജറ്റ് രൂപീകരിക്കുന്നത്. അതിൽ വരുന്ന ചെലവുകൾക്ക് വേണ്ടി കൃത്യമായ പണം മാറ്റിവെച്ച് ഒരല്പം സേവ് ചെയ്യാൻ അവർ ചിന്തിക്കുമ്പോൾ അവരെ പണം നിക്ഷേപിക്കുന്ന സ്ഥാപനം നമ്മൾ സമീപകാലത്ത് വാർത്തകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും കണ്ടിട്ടുള്ള അവരുടെ സ്ഥാപനങ്ങളുടെ, ധനകാര്യ സ്ഥാപനങ്ങളുടെ കെടുകാര്യസ്ഥത, അവർ നിക്ഷേപകരോട് കാണിക്കുന്ന വഞ്ചന, ഹൃദയശൂന്യത, അതിലൂടെ എത്രയോ പാവം ജനങ്ങളുടെ ജീവിതമാണ് ഇരുട്ടിലായത്. നമ്മളറിയാം, വാർത്തകളിലൂടെ എത്രയോ നമ്മൾ വേദനയോടുകൂടി വായിച്ചറിഞ്ഞു. ഓരോരുത്തരും എണ്ണിച്ചുട്ടപ്പം പോലെ സൂക്ഷിച്ചു വെക്കുന്ന അവരുടെ കരുതൽ ധനത്തെ അത്രയും അലസമായി, അശ്രദ്ധയോടെ, അനാസ്ഥയോടുകൂടി കൈകാര്യം ചെയ്ത പലരുടെയും ജീവിതത്തെ സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് പല സ്ഥാപനങ്ങളും നയിക്കുമ്പോൾ അവിടെയാണ് PSC സൊസൈറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ ഏറ്റവും മികച്ച മാതൃകയാവുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ടുള്ള ഈ PSCയുടെ പ്രവർത്തനങ്ങളെ ഞാനൊരു നാട്ടുകാരൻ എന്ന നിലയിൽ മാറി നിന്ന് കാണുമ്പോൾ, ഞാൻ വായിച്ചും കേട്ടും അറിയുമ്പോൾ, ഞാൻ ഇവരുടെ ഈ ഒരു സോവനീർ പോലുള്ളൊരു ബുക്ക് ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഒന്ന് മറിച്ച് നോക്കുകയായിരുന്നു. പുരോഗതിയുടെ, പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ, അതോടൊപ്പം ജനോപകാരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെയൊക്കെ ഒരു വലിയ ദിശാബോധമുണ്ട് ഈ സ്ഥാപനത്തിന്. അതിന് കാരണം ഇതിൻ്റെ അമരത്തിരിക്കുന്നവർ, അതിൽ പ്രവർത്തിക്കുന്നവർ അത്രയും അനുഭവസമ്പന്നരാണ്. സത്യസന്ധമായി ജനസേവനം മുൻനിർത്തി പ്രവർത്തിക്കുമ്പോഴേ കാലാകാലങ്ങളോരം ഒരു സ്ഥാപനത്തിന് ഏറ്റവും ജനകീയമായിട്ടുള്ളൊരു സംരംഭമായിട്ട് മാറുവാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ പ്രളയം വന്ന സമയത്തും കൊറോണ വന്ന സമയത്തുമൊക്കെയും നമ്മുടെ നാട്ടിൽ സമീപ പ്രദേശങ്ങളിൽ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരുപാടധികം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വിളക്കായി, വെളിച്ചമായി, അവർക്ക് വീട് വയ്ക്കുന്നതിനായിക്കോട്ടെ, അവർ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിക്കോട്ടെ വളരെ നിസ്തുലമായ സംഭാവനകൾ PSC സൊസൈറ്റി ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശദമായിട്ട് മനസ്സിലാക്കിയുണ്ടായി. അതൊരു വലിയ കാര്യമാണ്. ഞാൻ ഏറ്റവും സിംപിളി പറഞ്ഞുതരാം. ഞാൻ ഈ കോടന്നൂർ സെൻറ്ററിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക്, ശാസ്താംകടവിലേക്ക് നല്ല ചുട്ടുപൊള്ളുന്ന ചൂട് കാലത്ത് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് നിർത്തും. പതുക്കെ അവിടെ വന്ന് അവിടെ സംഭാര വിതരണത്തിനായിട്ടൊരു ബക്കറ്റിൽ, അല്ലേ ചെയ്യാറുള്ളല്ലേ നമ്മൾ ചൂട് കാലത്ത്? അതെ, അവിടെ നേരത്തെ ഇവിടെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയ നമ്മുടെ തങ്കം ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി ഒന്ന് പറയും, ഹരിക്കൂട്ടാ ഒരിത്തിരി സംഭാരം കുടിച്ചിട്ട് പോയാൽ മതി, ചൂടുകാലമൊക്കെ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. വ്യക്തിപരമായിട്ട് പരസ്പരം സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ ഒരു സ്ഥാപനം പഠിപ്പിച്ചിട്ടുള്ള രീതിയാണത്. മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും കടകൾക്കും മാതൃകയാകാവുന്ന ഒരു കാര്യമാണത്. നമ്മുടെ ജീവിതത്തിലെ പൊള്ളലെന്ന് പറയുന്നത് ചൂടുകാലത്ത് മാത്രമല്ല, 12 മാസങ്ങളിലും സാമ്പത്തിക ചിന്ത കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇനിയുമേറെ സംഭാവനകൾ നൽകുവാൻ PSC സൊസൈറ്റിക്ക് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വളരെയധികം സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റമുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു കാലത്താണ്. ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് എല്ലാ പ്രവർത്തന മേഖലകളിലും, സ്കൂളുകളിലായിക്കോട്ടെ, മറ്റേത് തൊഴിൽ സ്ഥാപനത്തിലായിക്കോട്ടെ, ബാങ്കിങ്ങിലായിക്കോട്ടെ, കൃത്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് അതിൻ്റേതായിട്ടുണ്ട്. നമ്മളൊരു 20 വർഷം മുമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രജിസ്റ്ററിൽ ഫയൽ പേന കൊണ്ട് എഴുതി വെച്ചിരുന്ന കാലത്തിനും അപ്പുറത്ത് ഇന്നെല്ലാം ഈ ഫയലിങ്ങിലേക്ക്
കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ അടക്കം നടക്കുന്നൊരു പുതിയ കാലത്തേക്ക് നമ്മൾ മാറുമ്പോൾ ഡിജിറ്റൽ സാക്ഷരത എന്നൊരു കാര്യം നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ ശക്തമായിട്ട് ആവിഷ്കരിക്കപ്പെടേണ്ടത് ഉണ്ട്. അതൊരു ബാങ്കിൻ്റെ പ്രവർത്തനവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യം ആവില്ലായിരിക്കാം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ നോക്കൂ, ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നു. ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ നമ്പർ ഞാൻ തരാം, നിങ്ങൾ ഗൂഗിൾ പേ വഴി 1 രൂപ എനിക്ക് അയച്ചു തരൂ, ഞാൻ നിങ്ങൾക്ക് 2 രൂപ തിരിച്ചയച്ചു തരാം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണല്ലോ. ഇവിടെ ഇരിക്കുന്ന 100% ആളുകൾക്കും അത് പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറ്റിയാൽ സന്തോഷം. അതായത് ഡിജിറ്റൽ സാക്ഷരത എന്നതിൽ ബാങ്കിങ്ങിൽ നമുക്കിപ്പോൾ ഒരു യോനോ എന്ന ബാങ്കിങ്ങിലൂടെ, ഗൂഗിൾ പേയിലൂടെ, പേടിഎമ്മിലൂടെ ഒക്കെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ പാകത്തിനുള്ള വിദ്യ ഏത് പ്രായത്തിലുള്ളവരും, കുട്ടികളോ മുതിർന്നവരോ ഏറ്റവും പ്രായം ചെയ്യുന്നവരോ അറിയുന്ന വിധത്തിൽ അവരെ അറിയിക്കാവുന്ന സെമിനാറുകളോ ക്ലാസ്സുകളോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടോ സർക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ പറ്റുമെങ്കിൽ PSC ഒന്ന് നേതൃത്വം നൽകിക്കൊണ്ട് ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. കാരണം ഇതൊരു ചെറിയ പ്രശ്നമല്ല, അത് ഒരു ഒറ്റപ്പെടലിന് കാരണമാകുന്നുണ്ട്. ഇമോഷണലി ഒരു വീട്ടിൽ 5 പേരും ഇരുന്ന് മൊബൈൽ ഫോണിൽ നോക്കുമ്പോൾ, വീഡിയോ കോൾ ചെയ്യുമ്പോൾ, ഗൂഗിൾ പേ വഴി പൈസ അയക്കുമ്പോൾ, ബാങ്കിങ് കൃത്യമായിട്ട് ട്രാൻസാക്ഷൻസ് നോക്കുമ്പോൾ പാവപ്പെട്ട ഒരു അച്ഛനോ അപ്പൂപ്പനോ അമ്മൂമ്മയോ അവർക്കിതിനെക്കുറിച്ച് അറിയില്ല. അവർ അജ്ഞരാണ്, അവർ ഒറ്റപ്പെട്ടു പോകുന്നു. അതറിയാത്തത് കൊണ്ട്, ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ജീവിതത്തിൽ അങ്ങനെ ഏകാന്തതയിലേക്ക് മാറേണ്ടവരായി ആരും തന്നെ നമ്മുടെ ഈ ബാങ്ക് നിൽക്കുന്ന ഈ കോടന്നൂർ ഉണ്ടാകാതിരിക്കട്ടെ. തിരുവനന്തപുരത്തെങ്കിലും പുല്ലമ്പാറ എന്നൊരു സ്ഥലമാണ് കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഒരു സ്ഥലം. അങ്ങനെ പലയിടങ്ങളും അത്തരത്തിൽ വരുന്നുണ്ട്. നമ്മുടെ നാടിന് കോടന്നൂർ എന്ന സ്ഥലം അത്രയും സുന്ദരമാണ്, പ്രകൃതി രമണീയമാണ്, ഏറ്റവും നല്ല ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ്. എല്ലാ പ്രായക്കാർക്കും അത്തരത്തിലുള്ള സാങ്കേതികമായ മുന്നേറ്റത്തിനും അറിവ് പകരുന്നതിനും കൂടിയുള്ള അവസരങ്ങൾ ഒരുക്കുവാൻ കൂടെ PSCയുടെ ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സാധിക്കട്ടെ. എല്ലാ പുതിയ സംരംഭങ്ങൾക്കും ആശംസകൾ നേരുന്നു. ഇവിടെ ഇന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.